ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവ് നമ്മെ എല്ലാവരെയും അത്ഭുതകരമായി നടത്തി. ദൈവം നമ്മെ പരിപാലിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപ ഈ രാത്രി അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഇന്ന് ഈ രാത്രി ദിവസത്തിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ, കുടുംബം, മറ്റ് ആമേൻ ഹല്ലേലൂയ സഹോദരങ്ങൾ എല്ലാവരും ഓർക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഒരു ചെറിയ ചിന്ത ഇന്ന് രാത്രിയിൽ ചിന്തിച്ച് വേഗത്തിൽ തന്നെ പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 44 അധ്യായം അതിൻ്റെ 23 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 44 അധ്യായം അതിൻ്റെ 23 വാക്യം. കർത്താവേ ഉണരേണമേ, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങൾ എന്നേക്കും തള്ളിക്കളയരുതേ. ഇന്ന് രാത്രി ഈ വചനം വായിച്ചപ്പോൾ ഉറങ്ങിയവരൊക്കെ ഉണർന്നെന്ന് തോന്നുന്നേ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രിയിൽ ആമേൻ വായിച്ച ഈ നല്ല സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നായിരിക്കാം. ഈ ഭാഗം വായിക്കുമ്പോൾ ആമേൻ നാം ഇങ്ങനെ കാണുന്നു, കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് 44 അധ്യായം. സ്തോത്രം. കോരഹപുത്രന്മാർ പാടിയ പാട്ടാണ് 44 അധ്യായം. സ്തോത്രം. ഈ 44 അധ്യായത്തിൽ 23 വായിച്ച വാക്യത്തിലേക്ക് നാം കേട്ടതിങ്ങനെയാണ്. സ്തോത്രം. നമ്മൾ വായിച്ചതിങ്ങനെയാണ്. കോരഹപുത്രന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഉണരേണമേ, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. സ്തോത്രം. ഇന്ന് രാത്രിയിലത്തെ എൻ്റെ ദൂതിലേക്ക് കയറുന്നതിന് മുൻപേ ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ വിളിച്ചു പറയാം, എൻ്റെ കർത്താവ് ഉണർന്നാൽ ഈ രാത്രിയിൽ ഈ ലോകം മുഴുവൻ നിന്നെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണെങ്കിലും, ഈ ലോകത്തിലെ പലരും ആമേൻ സ്തോത്രം നമ്മെ തള്ളിക്കളഞ്ഞതാണെങ്കിലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് ഉണർന്നാൽ അവൻ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. എത്ര പേർ ഈ രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളെ തള്ളിക്കളയാത്ത ഒരു കർത്താവ്, ആമേൻ സ്തോത്രം. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യം ഇങ്ങനെയാ. അപ്പൻ അല്ലേ, ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ തള്ളിക്കളയുന്നു. ആമേൻ സ്തോത്രം. അപ്പൻ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളെയും തള്ളിക്കളയുന്നു. അമ്മ ആമേൻ തൻ്റെ കുടുംബത്തെ തള്ളിക്കളയുന്നു. അമ്മ താൻ പ്രസവിച്ച ആമേൻ മക്കളെ തള്ളിക്കളയുന്നു. ആമേൻ സഹോദരങ്ങൾ തമ്മിൽ തള്ളിക്കളയുന്നു. ആമേൻ ഹല്ലേലൂയ. മക്കൾ അപ്പനും അമ്മയും തള്ളിക്കളയുന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങി ഈ ലോകത്തിലെ പല മേഖലകളിലും പലരും ആമേൻ തള്ളിക്കളഞ്ഞ അനുഭവങ്ങളിൽ അനേകരായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിലെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഈ രാത്രി നമ്മെ തള്ളിക്കളയാത്തൊരു കർത്താവ് നമുക്കുണ്ട്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മെ തള്ളിക്കളയാത്തൊരു കർത്താവ്, നമ്മെ തള്ളിക്കളയാത്തൊരു കർത്താവ്. സ്തോത്രം. എന്താ കോരഹപുത്രന്മാരോട് ചോദിക്കാം, അതെ നിങ്ങൾ എന്താ ഇങ്ങനൊരു പാട്ട് പാടാൻ കാരണം? സ്തോത്രം. ഈ 44 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ചില ഭാഗങ്ങൾ കിടപ്പുണ്ടെന്ന് വായിച്ചേ. 44 1 മുതൽ. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി
കോരപുത്രന്മാർ പറയുകയാ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ പൂർവകാലത്ത് എന്തുവാണ് അവരുടെ നോക്കണേ, അവൻ പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഞങ്ങളോട് എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കിയിട്ട് നീ എവരെന്ത് ചെയ്തു? ഞങ്ങളെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ജനത്തെ എന്ത് ചെയ്തു? നട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ചിലതിനെയൊക്കെ പുറത്താക്കിയിട്ട് ചില മേഖലകളിൽ ദൈവം പ്രാർത്ഥിക്കുന്നവനെ നടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് തഴച്ചു വളർന്നു നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ചിലതിനെയൊക്കെ എൻ്റെ ദൈവം ദേശത്തിന്റെ നടുവിൽ നിന്ന് പിഴുതെറിഞ്ഞിട്ട് ദൈവം നിന്നെ നടുന്ന ദിവസങ്ങളുണ്ടെന്ന്. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവൻ തഴച്ചു വളരുന്നതും നിമിത്തം അഹങ്കരിക്കുന്ന ചില വൃക്ഷങ്ങളെ എന്റെ ദൈവം ഈ നാളുകൾ പിഴുതെറിയാൻ പോകുന്നെന്ന്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ചില അഹങ്കാരികളെ പിഴുതെറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ചിലതിനെ എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ ചില മേഖലകളിൽ ഈ നാളുകൾ നടുന്ന ദിവസങ്ങൾ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന ഫലപ്രദമായ ഒരു വൃക്ഷമായി എന്റെ ദൈവം നിന്നെ നടാൻ പോകുമെന്ന്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ ഹല്ലേലൂയ. അപ്പൊ ചിലതിനെ ദൈവം നീക്കിയിട്ട് ദൈവം തന്റെ ജനത്തെ നടും. അടുത്ത വായിച്ചേ. നീ വംശങ്ങളെ നശിപ്പിച്ച് ദൈവം എന്ത് ചെയ്യും? ഈ ദിവസങ്ങളിൽ ദൈവം പരക്കുമാറാക്കും. കേൾക്കുന്നുണ്ടോ? ഈ ദിവസങ്ങൾ, കഴിഞ്ഞ നാളുകൾ നീ പരക്കരുതെന്ന് പറഞ്ഞ്, കഴിഞ്ഞ നാളുകൾ നീ വിശാലപ്പെടരുതെന്ന് പറഞ്ഞ്, കഴിഞ്ഞ നാളുകളിൽ നീ വളരരുതെന്ന് പറഞ്ഞ്, നീ പരക്കരുതെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ ആത്മീക തലങ്ങളുടെ മേൽ, നിന്റെ ഭൗതിക ജീവിതത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷകളുടെ മേൽ ശത്രു വിട്ടുവെച്ച ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി നീ അതിനെ കടക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ വളരെ ശക്തമായി ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, മനുഷ്യനിട്ട ചില ബൗണ്ടറികൾ, പിശാചിട്ട ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി നീ അതിനെ കടന്ന് പരക്കുന്ന ചിലതിനെ പരക്കുന്ന ദേശത്തിന്റെ നടുവിൽ നീ പരക്കാൻ പോകുകയാണ്. ദേശത്തിന്റെ നടുവിൽ നിന്റെ കുടുംബം പരക്കാൻ പോകുകയാണ്. ദേശത്തിന്റെ നടുവിൽ നിന്റെ ശുശ്രൂഷ പരക്കാൻ പോകുകയാണ്. എവിടെ നിന്നെ ഒതുക്കി കെട്ടാൻ നോക്കിയോ, എവിടെ നിന്നെ ഒതുക്കി വെക്കാൻ നോക്കിയോ, എവിടെ നിന്നെ നശിപ്പിക്കാൻ നോക്കിയോ, നിന്റെ വിശാലതയെ തടഞ്ഞോ, അത് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ രാത്രി വിളിച്ചു പറയുന്നു, ഈ 3-ാം മാസം തീരുന്നതിന് മുമ്പ് ഒരു വലിയ വിശാലതയിലേക്ക് നീ കയറുകയാണ്. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി നീ പരക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒരിക്കല് ഹല്ലേലൂയ, ഒരൊറ്റ ആള് പ്രസംഗിച്ച് തുടങ്ങിയതാണ് ഈ പരിപാടി, അല്ലേ? ഒരൊറ്റയാൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, ഒരൊറ്റയാൾ 120 പേരുടെ നടുവിലും സ്തോത്രം പല ഭാഷക്കാർ നോക്കി നിൽക്കെ അതിൻ്റെ നടുവിൽ ഒരൊറ്റ
ഒറ്റയാൾ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ച് തുടങ്ങിയ പരിപാടിയായത്. ഇന്ന് ലോകം മുഴുവൻ ഇത് പരന്നിട്ടുണ്ടെങ്കിൽ, ഓ രാമൻ പറഞ്ഞേ ഹല്ലേലൂയ, ഏതേലും ചില ഹെരോദാവുമാർ, ഏതേലും ചില വ്യക്തികൾ, ഏതേലും ചില ശൗലുമാർ വിചാരിച്ചു എന്ന് പറഞ്ഞ് ഇതിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഓ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരെയും നോക്കി ദൈവാത്മാവി രാത്രി വിളിച്ചു പറയുന്നു, എവിടെയൊക്കെ നിന്നെ ഒതുക്കുമെന്ന് ശത്രു നിന്നെ നോക്കി വെല്ലുവിളിച്ചു, ആ സ്ഥാനത്ത് ഒരു പരക്കുന്ന അനുഭവം, വർദ്ധിക്കുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി എന്റെ ദൈവം നിന്നിലേക്ക് അത് റിലീസ് ചെയ്യുകയാണ്. സ്തോത്രം, ആമേൻ. ഇനി എൻ്റെ ദൂതിലോട്ട് ഞാൻ തിരിച്ചു വരട്ടെ. സ്തോത്രം, സ്തോത്രം. പൂർവകാലത്ത് പിതാക്കന്മാരുടെ നാളിൽ ദൈവം എന്തൊക്കെ ചെയ്തു? നിന്നെ നട്ടു, നിന്നെ പരക്കുമാറാക്കി. പക്ഷെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവസ്ഥ പിന്നെ ഭയങ്കര മോശമായി, അല്ലേ? ഒന്ന് വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടെ. തങ്ങളുടെ വാള് കൊണ്ടല്ല, ആ ആ ആ ആ ശ്രദ്ധിക്കണേ. ഈ ആരംഭകാലത്ത് എന്ന് വെച്ചാൽ പൂർവകാലത്ത് പിതാക്കന്മാരുടെ നാളിൽ പല ദൈവപ്രവർത്തികൾ നടന്നു. ഇതിനെക്കുറിച്ചൊക്കെ അവിടെ വിവരിക്കുകയാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞ് വന്ന് 23-ാം വാക്യത്തിലെത്തുമ്പോൾ കോരകപുത്രന്മാർ പറയുക, കർത്താവെ ഉണരണമേ, ഉണരണമേ, ഉറങ്ങുന്നതെന്ത്, എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുത്. സ്വത്രം പറഞ്ഞേ. ഒരു കാര്യം വ്യക്തം, പൂർവകാലത്ത് പിതാക്കന്മാരുടെ നാളിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തി ഇന്ന് നിശ്ചലമായിരിക്കുകയാണ്. പൂർവകാലത്ത് കണ്ട പല ദൈവപ്രവൃത്തികളും ഇന്ന് ചില മേഖലകളിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഭക്തൻ പ്രാർത്ഥിക്കുകയാ, കോരകപുത്രന്മാർ പ്രാർത്ഥിക്കുകയാ, നീ ഉണരണം, നീ ഉണരണം. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഞാൻ ശക്തമായി വിളിച്ചു പറയട്ടെ, എൻ്റെ കർത്താവ് ഉണരാൻ പോവാ. ആമേൻ. ഇനി എൻ്റെ ചോദ്യം, കർത്താവ് ഉറങ്ങുമോ? കർത്താവ് ഉറങ്ങുമോ? കർത്താവ് ഉറങ്ങത്തില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ യേശുവിനെ ഉറക്കാറുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രവർത്തികൾ തിരിയുമ്പം, അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം എനിക്ക് തന്ന വെളിപ്പാട് ഇതാണ്. നമ്മുടെ പ്രവർത്തികൾ തിരിയുമ്പം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പം, ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം മാറ്റപ്പെടും. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതാകുന്നു. ആമേ. ദൈവം ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാ 23-ാം വാക്യത്തിൽ ഉണരണമെന്നും ഉറങ്ങുന്നത് എന്തിനെന്നും പറഞ്ഞിട്ട് അവസാനം ഒരു വാക്ക് പറയുക, എന്നേക്കും തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ. ഇന്നു രാത്രി ദൈവം തള്ളിക്കളഞ്ഞതുപോലൊരവസ്ഥ എത്തി നിൽക്കുമ്പം ഇന്ന് രാത്രി
കർത്താവ് ഉണർന്നാൽ തള്ളപ്പെട്ട നീ ഇന്നു രാത്രി എൻ്റെ കർത്താവിന് വളരെ വിലയേറിയ ഒരവസ്ഥയിലേക്ക്, കർത്താവിന് വിലയേറിയവനായി, കർത്താവിന് വേണ്ടപ്പെട്ടവനായി, കർത്താവിന് വേണ്ടപ്പെട്ടവളായി നീ ഇന്ന് രാത്രി മാറ്റപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ യെശയ്യാ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ 51-ാം അധ്യായത്തിൽ അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ഭുജമേ. എന്താണ്? യഹോവയുടെ ഭുജമേ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തിലെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? ഹലോ, ഇന്ന് രാത്രി എത്ര പേർ കേൾക്കുന്നു? എത്ര പേർ കേൾക്കുന്നു? യെശയ്യാ പ്രവാചകൻ ഇവിടെ പ്രവചനത്തോടൊപ്പം ഒരു പ്രാർത്ഥനാ പ്രവചനം എന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്രവചന പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ പറയാം. എന്തോ പറഞ്ഞോ, എന്ത് പേര് വേണേലും വിട്ടോ, പക്ഷെ ഒരു കാര്യം വ്യക്തം. യെശയ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിന്റെ ഭുജമൊന്ന് ഉണരണം. ഓ എന്ന് പറഞ്ഞ നിന്റെ പ്രവൃത്തി എനിക്കൊന്ന് വീണ്ടും കാണണം. ഹലോ, അങ്ങയുടെ ഭുജത്തിന്റെ പ്രവൃത്തി, അങ്ങയുടെ ഭുജബലം ഒന്ന് വെളിപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. പണ്ടേ ഈ ഭുജബലം ഒന്ന് വെളിപ്പെട്ടപ്പോഴാ സമുദ്രത്തെ വറ്റിച്ച് വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി സമുദ്രത്തിന്റെ നടുവിൽ വഴി തുറക്കപ്പെട്ടത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ഭുജബലം ഈ 2025 പിന്നെയും വെളിപ്പെട്ടു വന്നാൽ, അനേകം നാളുകൾക്ക് മുൻപ് അവൻ തന്റെ ജനത്തിന് സമുദ്രത്തിന്റെ നടുവിൽ വഴി തുറച്ചു കൊടുത്ത ദൈവം ഈ 25-ലും എന്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ നിന്റെ മുമ്പിൽ ഇളകി മറിഞ്ഞ സമുദ്രത്തിന്റെ നടുവിൽ ആമേൻ ആ സമുദ്രത്തെ നിനക്ക് വേണ്ടി ഉണക്കി വഴി തുറന്ന ദൈവം ഇന്ന് ആ പല പ്രവൃത്തികളും ജീവിതത്തിൽ കാണാൻ കഴിയാതെ തള്ളപ്പെട്ടതുപോലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഇന്ന് നീ കടന്നു പോകുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഇന്നലകളിൽ നീ കണ്ടതിനേക്കാൾ വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ, അതേ ദൈവത്തിന്റെ ഭുജബലം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറ പരമ്പരയ്ക്കുമായി ഈ 2025-ലും വെളിപ്പെട്ടു വരികയാണെന്ന് ദൈവാത്മാവ് ഈ രാത്രി പ്രവചിക്കുകയാണ്. ശക്തമായി ദൈവാത്മാവ് പറയുന്നു, എന്തോ 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 ചില വഴികൾ നിന്റെ മുമ്പിൽ ഈ രാത്രി തുറക്കുന്നത് നീ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകൾ വരെ നീ കണ്ടത് നിന്റെ മുമ്പിൽ സമുദ്രമാണ്. എന്നാൽ അതിന്റെ നടുവിൽ അതിനെ വറ്റിച്ചുകൊണ്ട് നിനക്കതിനെ വെല്ലുവിളിച്ച് നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന്, നിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ നിന്നെ അനുവദിക്കത്തില്ലെന്ന്, നിന്റെ നന്മ പ്രാപിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, നിനക്കെതിരെ ഈ നാളുകൾ ഇളകി മറിയുന്ന തിരമാലകളുടെ നടുവിൽ, സമുദ്രത്തിന്റെ നടുവിൽ അതിനെ ഉടക്കി ദൈവം വഴി തുറക്കുകയെന്ന്
യെസ് 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 യെസ്. ഓ, ഈ രാത്രി ഏറ്റെടുത്തോ. പൂർവ്വകാലത്തും പണ്ടത്തെ കാലത്തും നീ കണ്ടതുപോലൊരു ദൈവപ്രവൃത്തി ഈ 25-ൽ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ. എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ നാളുകളിൽ നീ കണ്ട ചില ദൈവപ്രവൃത്തികൾ നീ വീണ്ടും കാണാൻ പോകുകയാണ്. ആ ഉറങ്ങിയ അവസ്ഥ ഈ രാത്രി സടകുട എഴുന്നേറ്റ് ഏറ്റെടുത്തോ. യേശുവിന്റെ നാമത്തിൽ ചില ഉണങ്ങിയ നിലങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ദൈവത്തിന്റെ ഭുജം നിനക്ക് അനുകൂലമായി ഇരിക്കുന്നു, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ഇരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അടയുന്ന വഴികൾ, തുറക്കാത്ത വഴികൾ ഈ രാത്രി തുറക്കും. ഇന്ന് തുറക്കും. ശത്രു അടച്ചത് ഇന്ന് തുറക്കും. മനുഷ്യർ അടച്ചത് ഇന്ന് രാത്രി തുറക്കും. ഇന്നത് തുറക്കും. യേശുവിന്റെ നാമത്തിൽ സമുദ്രങ്ങൾ നിന്റെ മുമ്പിൽ വറ്റിപ്പോകും. കാരണം വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി നിന്റെ ദൈവത്തിന്റെ ഭുജബലം ഇന്ന് വെളിപ്പെട്ട് നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. എനിക്കറിയത്തില്ല വാഗ്ദത്തമുള്ള ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, ആർക്കൊക്കെ വേണ്ടി ഞങ്ങളെ തള്ളിക്കളയരുത് എന്ന് കരഞ്ഞ, എന്ന് നിലവിളിച്ച ആർക്കൊക്കെ വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ഭൂതബലം വെളിപ്പെടുന്ന ദിവസമാണ്. എന്റെ ദൈവത്തിന്റെ കരം ചെങ്കടൽ കടന്ന മിരിയാം തപ്പെടുത്താത്തത് പോലെ ഇന്നത്തെ നിന്റെ വീട്ടിലെ കണ്ണുനീര് മാറി. അർപ്പിന്റെ ദിവസങ്ങൾ, അർപ്പിന്റെ ദിവസങ്ങൾ ഒരു പ്രാവ് കുറുകുന്നത് പോലെ കുറുകി നിന്റെ കൂടാരത്തിനകത്ത് ഇരുന്നത് മതി. തപ്പെടുത്താർക്കുന്ന മണിക്കൂറുകൾ, തപ്പെടുത്താർക്കുന്ന ദിവസങ്ങൾ, രാത്രികൾ വരുന്നു എന്ന് തുറന്നു വരുന്നത് ചില ഉണങ്ങിയ നിലങ്ങൾ ഞാൻ കാണുന്നു. ഓ, എനിക്കറിയത്തില്ല. പരിശുദ്ധമ പറയുന്നു, മനുഷ്യന്റെ കാൽസ്പർശനം അനുഭവിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ പോലും നിന്റെ കാൽ വയ്ക്കും. ആ നിലയിൽ എന്റെ ദൈവം 2025-ൽ ദൈവം വഴി തുറക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, ആരും നടന്ന് കയറിയിട്ടില്ലാത്ത വഴികളിലൂടെ എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ഇന്ന് വെളിപ്പെട്ടാൽ നീ അത് അനുഭവിക്കും. നീ ആ വഴി കയറും. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ നിലവിളി ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ നിലവിളി ഞാൻ കേട്ടു, നിന്റെ കഷ്ടത ഞാൻ കണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു.
ഇന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ ആത്മകണ്ണിൽ ഞാൻ കാണുന്നു. ഓ, മുൾപടർപ്പിൽ അഗ്നിജ്വാല കത്തിയതുപോലെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു തീ ഇറങ്ങി നിൽക്കുന്നത്, നിനക്ക് വേണ്ടി ഒരു തീ ഇറങ്ങി നിൽക്കുന്നത്, ഇന്ന് ഈ ഹോളിനകത്ത് തീ ഇറങ്ങുന്നത്, ഇന്ന് ഈ ഹോളിനകത്ത് തീ ഇറങ്ങുന്നത്, ഇന്ന് ഈ ദേശത്തിൽ ആത്മാവിന്റെ തീ ഇറങ്ങുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഇതുവരെ കാണാത്ത വഴി നിനക്ക് ഇന്ന് രാത്രി തുറക്കും. ഇതുവരെ ആരും ചവിട്ടാത്തൊരു വഴിയിലൂടെ, ആരും പോകാത്തൊരു വഴിയിലൂടെ, കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ആരും കയറാത്ത വഴിയിലൂടെ, ആരും നടന്ന് കയറാത്ത വഴിയിലൂടെ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ നടത്താൻ പോകുകയാണ്. ഓ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ നടത്തുന്നത് പോലെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ നടത്തുന്നത് പോലെ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് നിന്നെ ഈ ദിവസങ്ങളിൽ നടത്തുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഒരു കാര്യം ഇന്ന് രാത്രി ഉറപ്പ്, അവൻ ഉണർന്നിട്ടുണ്ട്. അവൻ്റെ ഭുജം ഉണർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. വിശ്വസിക്കാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ കരം, ഞാനിങ്ങനെ പറയാറുണ്ട്, പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് പോലെ എന്നോ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രിയ കുടുംബമേ, ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രിയ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്റെ തലമുറകൾക്കായി ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദേശമേ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരിക്കൽ ഒരു വലിയ കൂട്ടം തനിക്കെതിരെ നിൽക്കുമ്പം ഒരു മനുഷ്യൻ ഒറ്റയ്ക്കായി. ഈ മനുഷ്യൻ ഒറ്റയ്ക്കായപ്പം ഈ പുള്ളി മുട്ടുമടക്കി. ഈ മുട്ടുമടക്കിയിട്ട് ഈ രണ്ട് കാലുകളുടെ ഇടയിൽ തൻ്റെ ഈ തല അങ്ങോട്ട് വെച്ചു. ഇപ്പൊ മനസ്സിലായി കാണും ഈ പുള്ളിയുടെ പേരെന്താന്ന്, ഇതാരാന്ന്? ഏലിയാവ്. കർമ്മേലിൻ്റെ മുകളിൽ അല്ലേ? സ്തോത്രം. ഏലിയാവ് ഈ ഒരു ഇരിപ്പിരിക്കുമ്പം ചുറ്റും നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു കാണും, ഇവൻ മുട്ടുമടക്കി.
ഇവൻ പരാജയപ്പെട്ടു. ഇന്ന് രാത്രി ആമേൻ കർത്താവ് പറയുന്നു, നീ ഒത്തിരി മുട്ടുമടക്കിയപ്പം, അല്ലേ, പ്രാർത്ഥിക്കുന്ന നീ ഒത്തിരി മുട്ടുമടക്കിയപ്പോ എല്ലാരും പറഞ്ഞു നീ പരാജയപ്പെട്ടെന്ന്. എല്ലാരും പറഞ്ഞു ഇനി നീ ഇല്ലെന്ന്, അല്ലേ? ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇരിപ്പെന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലാണ്. നിങ്ങളൊന്നത് അത് ഇമാജിനേഷൻ ചെയ്ത് നോക്കണം. സ്തോത്രം. ഗ്രൗണ്ട് ലെവലിലാ. എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹം പരാജയപ്പെട്ടെന്ന്. എന്നാൽ മുട്ടുമടക്കിയ ഇവൻ തല ഉയർത്തി, ഒന്നാം വട്ടം ഉയർത്തി, അല്ലേ? വീണ്ടും ഉയർത്തി. ഇതാ വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ഈ മനുഷ്യൻ അടുത്തതാ തല ഉയർത്തുമ്പോ ഇവൻ കേൾക്കുന്ന കേൾവി ഇതാ അങ്ങ് കടലിൽ മേളിൽ, ആ സമുദ്രത്തിൻ്റെ മേളിൽ മനുഷ്യന്റെ കൈപ്പത്തി പോലൊരു മേഘം, മനുഷ്യന്റെ കൈപ്പത്തി പോലൊരു മേഘം. ഇന്ന് രാത്രി നീ മുട്ടുമടക്കിയപ്പോ എല്ലാരും പറഞ്ഞു നീ പരാജയപ്പെട്ടു, നീ തീർന്നു, നീ ഇല്ല. പക്ഷെ മുട്ടുമടക്കിയവൻ അറിയാം, ഞാൻ ഇങ്ങനെ മുട്ടുമടക്കിയത് എന്തിനാണെന്നറിയാം, എനിക്ക് വേണ്ടി ഒരു കരം ചലിക്കാനുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ, നിന്റെ ആലയത്തിൽ, നിന്റെ ദേശത്തിൽ, നീ ആയിരിക്കുന്ന ഏതെങ്കിലും മേഖലകളിൽ നീ ഒത്തിരി ദൈവസനെ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും നീ തീർന്നെന്ന്. പക്ഷെ മുട്ടുമടക്കി നിനക്കറിയാം, ഞാൻ മുട്ടുമടക്കിയത് എനിക്ക് വേണ്ടി ഒരു കരത്തെ ചലിപ്പിക്കാനാ. അതിന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നു, അതിന്ന് സംഭവിക്കാൻ പോകുന്നു. ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. ഇത് മുട്ടുമടക്കിയവൻ അറിയാം, ഇത് മനുഷ്യന്റെ കൈയല്ല. ഈ മുട്ടുമടക്കിയവൻ അറിയാം, ഇത് ദൈവത്തിന്റെ കൈയാണ്. അതുകൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. മുട്ടുമടക്കിയവൻ വിളിച്ചു പറയട്ടെ, വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. സ്തോത്രം പറഞ്ഞേ. എനിക്കറിയത്തില്ല, കഴിഞ്ഞ തിങ്കളാഴ്ച സ്തോത്രം ഇതേ മെസ്സേജ് ഞാൻ മറ്റൊരു മീറ്റിങ്ങിൽ, ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു. അത് വേറൊരു രീതിയിലായിരുന്നു പോക്ക്. സ്തോത്രം. എനിക്ക് അവിടോട്ട് എത്താനേ പറ്റുന്നില്ല ഇന്ന് രാത്രി. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ വേണ്ടത് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഏതൊക്കെ മേഖലയിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നത്. മുട്ട് മടക്കിയെടുത്ത്, മുട്ട് മടക്കിയെടുത്ത്, കേൾക്കുന്നുണ്ടോ? മുട്ട് മടക്കിയെടുത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ മുഴക്കം നിന്റെ ചെവികളിൽ കേൾക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നീ എവിടെ മുട്ടുമടക്കിയോ, നീ എവിടെ മുട്ടുമടക്കിയോ
അവിടെ തന്നെ നീ കേൾക്കും. നിനക്ക് വേണ്ടി ഒരു കരം പൊങ്ങിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു മുഴക്കം. എവിടെ നീ പരാജയപ്പെട്ടെന്ന് ലോകം മുഴുവൻ നിന്നെ നോക്കി പറഞ്ഞു. നീ തീർന്നെന്ന് ഈ ലോകം മുഴുവൻ നിന്നെ എവിടെ വെച്ച് പറഞ്ഞു? അതേ ഇടത്ത് വെച്ച് തന്നെ എന്റെ ദൈവം നിന്റെ തല ഉയർത്തും. നിന്നെ ദൈവം ഉപയോഗിക്കും. ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളതുണ്ടെങ്കിലും ഞാൻ ഇന്നുവരെ പറയാത്തൊരു ദൂത് ഇന്ന് രാത്രി വിളിച്ചു പറയാം. ഇത് രണ്ട് സംഭവിച്ചാൽ എന്താണെന്നറിയോ? എൻ്റെ വിഷയത്തിലേക്ക് മാത്രം വരാം, അത് മാത്രം പറയാം. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ നീക്കേണ്ട ചിലതിന് നീക്കും. നിന്റെ പക്ഷത്തേക്ക് വരേണ്ടതിനെ ദൈവം നിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരും. എത്ര പേർക്ക് മനസ്സിലായി? നിനക്ക് വേണ്ടി മുഴങ്കാൽ മടക്കിയവന് വേണ്ടി ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ നിനക്ക് എതിരെ നിന്നവർ നിനക്ക് അനുകൂലമായി. നിനക്കെതിരെ സംസാരിച്ചില്ലേ? നിനക്ക് വിരോധമായി നിന്നില്ലേ? എനിക്കറിയത്തില്ല, നിന്നെ വെട്ടാൻ, നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ, അവൻ നിന്റെ ശുശ്രൂഷക്കെതിരെ നിന്ന, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ആത്മീക ജീവിതത്തിനെതിരെ നിന്നവരോട് കൂടെ നിന്ന ചിലതിനെ എന്റെ ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവകരം ചലിക്കുന്ന നിനക്ക് അനുകൂലമായി. നിന്നെ ഒറ്റപ്പെടുത്തിയവർ തന്നെ നിനക്ക് അനുകൂലമായി ഈ ദിവസങ്ങളിൽ തിരിയുന്ന മണിക്കൂറുകളും നാളുകളും. ഒരു സ്തോത്രം പറഞ്ഞേ. താഴോട്ട് വായിക്കുമ്പോഴേ താഴോട്ട് വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ കാണുന്നേ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഏലിയാവ് വിളിച്ചു പറയുക, ഒറ്റ എണ്ണത്തിനെ വിടല് വെട്ടിക്കോളാൻ. എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇതുവരെ മുട്ടുമടക്കാൻ പുള്ളി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങിയപ്പം സ്വർഗം തനിക്ക് വേണ്ടി തുറന്നപ്പോ കാര്യങ്ങൾ തിരിഞ്ഞു. തനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് നിവർത്തീകരണം ചെയ്യാൻ, നിവർത്തീകരിക്കാൻ ഒരു കൂട്ടം വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. വിശ്വാസം പറഞ്ഞാട്ടെ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ കൂടെ ഞാൻ ആരോട് പറഞ്ഞതേ ഉള്ളൂ, സ്തോത്രം, ഞാൻ തന്നെ പ്രസംഗിക്കണം, ഞാൻ തന്നെ പ്രാർത്ഥിക്കണം, ഞാൻ തന്നെ പ്രസംഗം തയ്യാറാക്കണം, ഞാൻ തന്നെ പ്രസംഗിക്കണം, ഞാൻ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യണം. സ്തോത്രം പറഞ്ഞേ. ആമേ. അതുപോലാണ് ഈ പുള്ളിക്കാരൻ. എല്ലാം ഒറ്റയ്ക്കായിരുന്നു, എല്ലാം ഒറ്റയ്ക്കായിരുന്നു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കേട്ടില്ലേ, താഴ്വരെ വെള്ളം കിട്ടാതെ കിടന്നപ്പോൾ യഹോശാഫാത്ത് ചോദിക്കുക, ഇവിടെ വല്ല പ്രവാചകന്മാരുണ്ടോ? ഇവിടെ വല്ല പ്രവാചകന്മാരുണ്ടോ ദൈവത്തിന് അരുളപ്പാട് അറിയിക്കാൻ? അതിലൊരു ഭൃത്യം വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേൽ രാജാവിൻ്റെ ഒരു ഭൃത്യം വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, യഹോശാഫാത്തെ, ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരൻ സാബാത്തിൻ്റെ മകൻ അല്ലേ എലീശയാ. പുള്ളിയുടെ പഴയ ജോലി എന്താണെന്നറിയോ? ഏലിയാവിൻ്റെ കൈക്ക്, ഞാൻ പറഞ്ഞത്ര മനസ്സിലായി,
കൈ വെളിപ്പെടുന്നത് വരെ പുള്ളി ഒറ്റയ്ക്കാ കൈ എഴുതുന്നേ. പുള്ളിക്ക് വെള്ളം ഒഴിക്കാൻ പോലും ഒരൊറ്റ മനുഷ്യയില്ലായിരുന്നു. പക്ഷേ കൈ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അതിനെ എതിർക്കുന്നവരുണ്ടാകും, അതിനെ അംഗീകരിക്കാത്തവരുണ്ടാകും. ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദൈവദാസൻ ഇതിനടുത്ത് കാട്ടക്കട ക്രിസ്ത്യൻ കോളേജിൽ ശുശ്രൂഷിപ്പാൻ വന്ന കാനഡയിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. ഈ ദൈവ മനുഷ്യൻ അവിടെ വന്ന് വൈകുന്നേരത്ത് ഭയങ്കര ഒരു മെഗാ ക്രൂസൈഡാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയ ഒരു മീറ്റിംഗ്. എന്നാൽ പകൽ അവിടെ ഉള്ളൊരു ഹാളിൽ ആരാധന ഉണ്ടായിരുന്നു. ആ ഹാളിൽ ഇരിക്കാൻ ഇടമില്ലാത്ത രീതിയിൽ ജനം വെളിയിൽ നിന്ന് കേൾക്കാനിടയായി. എന്നാൽ മെസ്സേജൊക്കെ കഴിഞ്ഞിട്ട് ഈ ദൈവ മനുഷ്യൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് കണ്ട കാഴ്ച, ഞാൻ ബൈബിളിൽ പ്രസംഗിച്ചിട്ടേയും വായിച്ചിട്ടേ ഉള്ളൂ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ, അല്ലേ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ട് സൗഖ്യമാകാൻ ചിലർ ഓടിക്കൂടി. അന്ന് ആ മീറ്റിങ്ങിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മീറ്റിങ്ങാണ്. മലയാളിയാണ് ദൈവദാസൻ, മലയാളിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവല്ലക്കാരനാണ്. ഇന്ന് അദ്ദേഹം കാനഡയിൽ ഒരു ചർച്ചിലെ പാസ്റ്ററായിരിക്കുക. ലോകത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ചർച്ചുണ്ട്. ഈ മനുഷ്യൻ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പം അദ്ദേഹത്തിൻ്റെ ബൈബിളും ഒക്കെ എടുത്തുകൊണ്ട് വേറൊരു ഗ്യാസ് ഓടുക. സ്വതന്ത്രം. എന്നെ ചിന്തിപ്പിച്ചത് ഇതിയൊക്കെ ഓടി വരുമ്പം എല്ലാവരും കൂടെ എവിടെ നിന്നൊക്കെ ആൾ വരുന്നതെന്ന് അറിയത്തില്ല. അത്രയും ആൾ വെളിയിൽ നിന്നൊന്നാണ് ഞാൻ അപ്പം ചിന്തിച്ചു പോയി. ഓടി വന്ന് ഈ മനുഷ്യനെ ഒന്ന് തൊടുന്നു, കയ്യിലെങ്കിലും ഒന്ന് തൊടുന്നു. സ്വതന്ത്രം. ഇന്ന് രാത്രി വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ, സിനിമാക്കാരുടെ പുറകെ അല്ല ഓടേണ്ടേ. ഹല്ലേലൂയ, ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാരുടെ, അഭിഷിക്തന്മാരുടെ പുറകെ ജനം ഓടുന്നൊരു കാലം. ഞാൻ ആഗ്രഹിക്കുക 3.5 കൊല്ലം എൻ്റെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്നതുപോലുള്ളൊരു ശുശ്രൂഷ ഇന്നും നടക്കണം. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയാം, യേശു കയറിയ കഴുതയുടെ കാൽ കീഴിൽ വിലയേറിയ വസ്ത്രങ്ങൾ ഇട്ടെങ്കിൽ, അല്ലേ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഇരിക്കുമ്പം ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, മാനിക്കുന്ന ചില ദിവസങ്ങൾ, ചില മേഖലകൾ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, ഞാൻ മടങ്ങി വരട്ടെ. അപ്പോ ഈ ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരെയും ഏലിയ ഒറ്റയ്ക്കല്ല വെട്ടിയേ. പക്ഷെ കർമ്മേലിൻ്റെ മുകളിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ പുള്ളി ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പം വെട്ടാൻ നേരത്ത് ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കി. നമ്മൾ വായിച്ച പറഞ്ഞ യഹോശാഫാത്തിന്റെ താഴ്വരയിൽ ആ ബാല്യക്കാരൻ പറഞ്ഞു, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച എലീശ എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിക്കാൻ ഒരു എലീശ ഉണ്ടായി എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ചാൽ ഇന്നത്തെ നിന്റെ സ്ഥിതി ഈ രാത്രി കർത്താവ് മാറ്റുകയാണ്. ഒരുപക്ഷെ ഇന്ന് ദേശത്ത് നീ ഒരു ഗതികെട്ടവനായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് ദേശത്ത് ആർക്കും വേണ്ടാത്തവനായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് ദേശത്ത് എല്ലാവരാലും തള്ളപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അവന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വന്നാൽ എന്തുവാ അതിൻ്റെ ആ പേര് ഞാൻ മറന്നുപോയി. വളരെ സ്പേഷ്യസ് ആയ എന്ന് വെച്ചാൽ എന്തുവാ അതിൻ്റെ അർത്ഥം, അല്ലേ, വളരെ, അല്ലേ, വിലയേറിയതല്ലേ, അല്ലേ പക്ഷേ സ്വതന്ത്രം, വളരെ സ്പേഷ്യസ് ആയിട്ട്, അല്ലേ, എന്ന് പറഞ്ഞാൽ വളരെ റയർ പീസാ.
കിട്ടത്തില്ല, ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല. അങ്ങനെ അത് അതേ സമയത്ത് തന്നെ റയറാണ്, അതുപോലെ വാല്യുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാക്കി എൻ്റെ ദൈവം നിന്നെ മാറ്റും. ഇന്നെല്ലാവർക്കും സാധാരണക്കാരനായിരിക്കാം, ഇന്നെല്ലാവർക്കും വകവയ്ക്കാതെ പലരും നിന്നെ ഇട്ടിക്കുന്നുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വന്നാൽ സ്ഥിതി മാറും, സ്ഥിതി മാറും. ഇന്ന് രാത്രി സ്ഥിതി മാറും. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി പ്രാർത്ഥിച്ച്, ആരുടെ മേലൊക്കെയോ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങാൻ പോവുകയാണ്. ഏതൊക്കെയോ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങാൻ പോവുകയാണ്. ഏതൊക്കെയോ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങാൻ പോവുകയാണ്. ഏതൊക്കെയോ തലമുറകളിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങാൻ പോവുകയാണ്. ഇന്നെല്ലാവരും തള്ളപ്പെട്ട വ്യക്തിയാണ് നീ, പക്ഷേ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അവൻ്റെ കരം നിന്റെ മേൽ വന്നാൽ നീ വളരെ വേണ്ടപ്പെട്ടവനായി. നിന്റെ കുടുംബത്തിൽ വളരെ പ്രയോറിറ്റിയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാക്കി ദൈവം നിന്നെ മാറ്റുവാൻ ഇടയാകും. ഞാനിങ്ങനെ പറയാറുണ്ട്, നിന്നോട് ചോദിക്കാതെ ഒന്നും തീരുമാനം എടുക്കത്തില്ല. നിന്നോട് ചോദിക്കാതെ ഒന്നും തീരുമാനിക്കത്തില്ല. ആ ഒരളവിലേക്ക് ദൈവം കാര്യങ്ങളെ തിരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥിച്ചേ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ, എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ കരം എവിടെയൊക്കെ ഇറങ്ങാൻ പോകുന്നു, ദൈവത്തിൻ്റെ കരം ഏതൊക്കെ കുടുംബങ്ങളിൽ ഇറങ്ങാൻ പോകുന്നു, ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആമൻ സ്തോത്രം, ഹല്ലേലൂയ, ആമൻ ചിലരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ആ കരങ്ങൾ അടിച്ച് ഒരു നിമിഷം എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുന്നു. യഹോവയുടെ ഭുജം ഇന്ന് രാത്രി ഇറങ്ങുന്നു. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുന്നു. അവന്റെ ഭുജം ഇന്ന് രാത്രി ഉണരുന്നു. കാറ്റിനെയും കോളിനെയും ശാസിച്ച് അവൻ ഇന്ന് രാത്രി എഴുന്നേൽക്കുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ കാണുന്നത് പോലെ കാറ്റും കോളിന്റെ നടുവിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ പടകിൽ, യേശുവും ശിഷ്യന്മാരുമായിരിക്കുന്ന പടകിൽ അവൻ അമരത്ത് തലചാച്ച് ഉറങ്ങുകയായിരുന്നു. എന്നാൽ തന്റെ ജനത്തിന്റെ ശിഷ്യന്മാരും നിലവിളി കേട്ട് അവൻ ഉണർന്നത് പോലെ അവൻ കാറ്റിനെയും കോളിനെയും ശാസിച്ച് അതിനെ അടക്കി ഒരു വലിയ ശാന്തത നൽകിയത് പോലെ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്, നിന്റെ ജീവിതത്തിന് ഒരു വലിയ ശാന്തത ഈ രാത്രി നൽകി, ശാസിക്കേണ്ടതിനെ ശാസിച്ച് അവൻ ഇന്ന് രാത്രി നിനക്ക് ശാന്തത നൽകുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഈ രാത്രിയിൽ അടയ്ക്കും. നമുക്ക് ഒരുമിച്ച് രാത്രി ദിവസം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല രാത്രിക്കായി സ്തോത്രം. തന്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ ഈ രാത്രിയിൽ അങ്ങ് പകരുന്നതിന് സ്തോത്രം. കേട്ട വചനത്തിൻ്റെ ശക്തി തന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. കേട്ട വചനത്തിൻ്റെ വിടുതൽ തന്റെ മക്കളുടെ മേൽ ഈ രാത്രി വ്യാപരിക്കപ്പെടട്ടെ.